Hello riders, welcome back to my channel anjusishoy. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ ആണ്. നമ്മൾ കയറ്റം അല്ലെങ്കിൽ ഇറക്കം വരുമ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണേന്ന്. ഇപ്പം നമ്മളൊരു കയറ്റാണ്, ആ കയറ്റത്തിൽ നമ്മൾ പകുതി ക്ലച്ചിൽ നിർത്താന്ന് പറയും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കയറ്റത്തിൻ്റെ തൊട്ട് മുന്നാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി മൂവ് ചെയ്യാണ്. ക്ലച്ച് ഒരു കയറ്റത്തിന്റെ ഒരു പകുതി എത്തിക്കഴിയുമ്പോൾ നമ്മൾ നിന്നു പോവാണ്. ഇതൊരുവിധം വലിയ കയറ്റാണ്. ഈ ഒരു പകുതി എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ സ്റ്റോപ്പ് ആയി പോയി അല്ലെങ്കിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പിന്നെ ഈ കയറ്റത്തിന്റെ ഒരു പകുതിയിൽ നമ്മുടെ വണ്ടി നിന്നു പോയി പിന്നെ നമ്മുടെ വണ്ടി എങ്ങനെ എടുക്കണേന്നാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നോക്കാം. ഇപ്പൊ ഇതൊരു ഒരുമാതിരി നല്ല കയറ്റാണ്. ഇത് നമ്മൾ പകുതി ക്ലച്ചിലാണ് വണ്ടി നിർത്താം. പകുതി ക്ലച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലോട്ടേക്ക് വണ്ടി ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മൂവ് ആവാനുള്ള ഫോഴ്സ് നമ്മൾ കൊടുക്കണുണ്ട്. പക്ഷെ ആ കയറ്റായതുകൊണ്ട് വണ്ടി മൂവ് ആവാണ്ട് സ്റ്റോപ്പായിട്ട്, അതായത് വണ്ടി സ്റ്റേഷനറി ആയിട്ട് നിർത്താൻ പറ്റും ബ്രേക്ക് ചവിട്ടാതെ. നമുക്ക് നോക്കി നോക്കാം. ഇത്രയും വലിയ കയറ്റാണ്. ഈ കയറ്റത്തിൽ വണ്ടി സ്റ്റേഷനറി ആയിട്ട് മൂവ് ആവാതെ നിർത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ടു, ക്ലച്ചുമേന്ന് കാലെടുക്കാണ്. അതിന്റെ കൂടെ ഞാൻ ബ്രേക്കുമേന്നും കാലെടുത്തു. ക്ലച്ച് ഒരു പകുതി ക്ലച്ച് എന്ന് പറയും. ഈ ഒരു പൊസിഷനിൽ ക്ലച്ച് നിൽക്കുമ്പേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി മൂവ് ചെയ്യണില്ല. ഈ ഒരു ക്ലച്ചിൽ നിൽക്കുമ്പോൾ വണ്ടി മൂവ് ചെയ്യണില്ല. ഇപ്പൊ പുറത്തോട്ട് കാട്ടിത്തരാം. ഇത് നല്ലൊരു കയറ്റാണ്. പക്ഷെ ഈ ഒരു പൊസിഷനിൽ വണ്ടി നിൽക്കുമ്പോന്ന് വെച്ചാൽ വണ്ടി മൂവ് ആവണില്ല. അതായത് നമ്മൾ ബ്രേക്കിന്റെ ജോലിയും കൂടി ക്ലച്ച് ചെയ്യാണ്. ആ ക്ലച്ച് പകുതിയിൽ നിൽക്കുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴത്തോട്ടുള്ള ഫോഴ്സും മുകളിലോട്ടുള്ള ഫോഴ്സും ഒക്കെ കൂടി സീറോ ആയി പോകും. അതായത് എന്ന് വെച്ചാൽ വണ്ടി മൂവ് ആവില്ല. അതാണ് കാര്യം. അപ്പൊ നമ്മൾ കയറ്റത്ത് വണ്ടി എടുക്കുമ്പോൾ വേഗം ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്ററിൽ കൊടുക്കലല്ല ചെയ്യണ്ടേ. വണ്ടി ആദ്യം തന്നെ സ്റ്റോപ്പായിട്ട് നിർത്താൻ വേണ്ടി നമ്മൾ ക്ലച്ചിനെ ആശ്രയിച്ചിരിക്കണം. അപ്പൊ ഈ ക്ലച്ച് പകുതി ക്ലച്ചിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാം. ഇപ്പൊ എന്റെ കാല് ഇത്രയും വലിയ കയറ്റത്താണ്, ഞാൻ ബ്രേക്കിൽ കാല് ചവിട്ടിയിട്ടില്ല. പക്ഷെ വണ്ടി സ്റ്റോപ്പായിട്ട് നിൽക്കുക. അതിനെയാണ് പകുതി ക്ലച്ച് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ആക്സിലേറ്റർ കൊടുക്കുക ചെയ്യാം, അതേപോലെ ബ്രേക്ക് ഔട്ടിനും ചെയ്യാം. അല്ലാതെ നമ്മൾ ഒറ്റ അടിക്ക് കാല് ക്ലച്ചിൽ നിന്ന് എടുത്ത് ബ്രേക്കിൽ നിന്ന് എടുത്ത് ആക്സിലേറ്ററിലോട്ടൊക്കെ വെക്കുമ്പോന്ന് വെച്ചാൽ വണ്ടി ഭയങ്കരമായിട്ട് കുലുങ്ങും, ചാടും. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് വണ്ടി പോലും അറിയാതെ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് കയറ്റത്താണെന്ന് വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. അത്രയ്ക്ക് സുഖമായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ ഇതിന് നമ്മുടെ കാല് കാണിച്ചു തരാം. നോക്ക്. ഇപ്പൊ ഇവിടുന്ന് വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ പകുതി ക്ലച്ചിൽ നിർത്തിയപ്പോൾ കുറച്ചും കൂടി ക്ലച്ച് പൊക്കി കൊടുക്കണം. അതിന്റെ കൂടെ പയ്യെ ഒന്ന് ആക്സിലേറ്ററും കൂടി കൊടുത്ത് വണ്ടി പോവാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു കയറ്റത്തിൽ വണ്ടി സ്റ്റോപ്പായി പോയാലോ അല്ലെങ്കിൽ കയറ്റത്തിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് വീണ്ടും എടുക്കുമ്പോഴോ ഒരല്പം പോലും ബാക്കിലോട്ട് വണ്ടി വരാതെ വളരെ ഈസി ആയിട്ട് ഫ്രണ്ടിലോട്ട് എടുക്കാൻ പല ആൾക്കാരും ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് ബ്രേക്കിൽ, അതായത് നമ്മൾ കയറ്റത്തിലാണെങ്കിൽ ബ്രേക്കിൽ കാല് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി ബ്രേക്കിൽ നിന്ന് ഒറ്റ അടിക്ക് കാലെടുത്തിട്ട് ആക്സിലേറ്ററിൽ ഒറ്റ ചവിട്ട് കിട്ടും. അപ്പോഴേക്കും വണ്ടി കുറച്ച് ബാക്കിലോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ആക്സിലേറ്റർ നല്ലപോലെ കൊടുക്കും. അപ്പോൾ വണ്ടി ഭയങ്കരമായിട്ട് ചാടി കുതിച്ച് ഫ്രണ്ടിലോട്ടും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ പറഞ്ഞ ഈ മെത്തേഡ്, അതായത് പകുതി ക്ലച്ചിൽ വണ്ടി നിർത്തുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്കിൻ്റെ ജോലി കൂടി ക്ലച്ച് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ റൈറ്റ് കാല്, അതായത് റൈറ്റ് ലെഗ് ഫ്രീ ആയിട്ടായിരിക്കും ഇരിക്കണേ. അപ്പോൾ അത് വെച്ച് നമുക്ക് പിന്നീട് ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്ത് വണ്ടി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഒരു കുലുക്കോ ചാട്ടോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ സാധാരണ വണ്ടി എങ്ങനെ എടുക്കണോ അതേപോലെ തന്നെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. ഒരല്പം പോലും വണ്ടി ബാക്കിലോട്ട് വരാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഹെൽപ്ഫുള്ളായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല നല്ല വീഡിയോയുമായി ഇനിയും കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തടുത്ത നല്ല വീഡിയോയുമായി ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.